ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേന നടുന്നതിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യമായിട്ട് ചേന മുറിക്കാം. ഇടത്തരം ചേനയാണ് സാധാരണ കൃഷി ചെയ്യാറ്. നമുക്കിതിനെ 4 ആയിട്ട് മുറിക്കാവുന്നതാണ്. ഇത് അല്പം വലുപ്പമുള്ളൊരു ചേനയാണ്. ഇതിന് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 4 കഷ്ണമാക്കി മുറിക്കുമ്പോൾ ഈ ഒരു ഭാഗം വരണം. ഈ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ചേന കിളിർത്ത് വരുന്നത്. എപ്പോഴും ഈ ഒരു ഭാഗം ഉറപ്പായിട്ടും വേണം. അപ്പോൾ ഇത് കണ്ട് ഇതിൻ്റെ സെൻട്രൽ കൂടി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിക്കാൻ നല്ല മൂർച്ചയുള്ള കത്തി വേണം. 4 ആയിട്ട് നമുക്കിതിനെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടുവിൽ കൂടി അങ്ങനെ നമ്മൾ 4 ആയിട്ട് തന്നെ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് 4 പീസാക്കി മുറിച്ചിട്ടുണ്ട്. നടുന്നതിന് മുമ്പ് ചാണകപ്പാലിൽ മുക്കി വെക്കുകയോ ചാരം പുരട്ടുകയോ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ചാരം പുരട്ടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്യൂഡോമോണസിൽ മുക്കി വെച്ച ശേഷവും നടാവുന്നതാണ്. നമുക്ക് ചാരം പുരട്ടി വെക്കാം. നമുക്കിതിൻ്റെ ഓരോ പീസ് എടുത്ത് ഇതുപോലെ ചാരം പുരട്ടി വെക്കാം. ഇങ്ങനെ ചാരം പുരട്ടി ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് നടാറ്. പല സ്ഥലത്തും പല രീതിയിലാണ് നടാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതാ 4 പീസിലും ഞാൻ ചാരം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസത്തിന് ശേഷം എടുക്കാവുന്നതാണ്. ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. ഒരു 4 ഗ്രോ ബാഗിലാണ് ഈ ചേന നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ നമുക്ക് ചേന നടാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ നമ്മൾ ആദ്യം തന്നെ കരിയില നിറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കരിയില ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 4 ഗ്രോ ബാഗിലും ഒരു 3/4 ഭാഗത്തോളം കരിയില നിറച്ച് കൊടുക്കുക. അപ്പോൾ ഈ കരിയില ഇങ്ങനെ നിറച്ച് കൊടുത്താൽ ഗ്രോ ബാഗിൻ്റെ ഭാരം കുറയും. അതേപോലെ തന്നെ വിളവ് കൂടുതലും കിട്ടും. കരിയില കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ നല്ലൊരു വളവും കൂടി ആവും. അപ്പോൾ നമ്മൾ നട്ട ചേന മുളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കരിയില നിറച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ചേമ്പും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ചേമ്പൊക്കെ നടുന്നൊരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ 4 ഗ്രോ ബാഗിൽ 3/4 ഭാഗത്തോളം ഞാൻ കരിയില നിറച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. വളമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചാരം എടുത്തിട്ടുണ്ട്. എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടെ ചേർക്കാം. ചേനക്ക് നല്ല വലുപ്പം കിട്ടാൻ നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നടാനായിട്ട്. നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. കരിയില ആയതുകൊണ്ട് അത് കമ്പോസ്റ്റായി നല്ല ഇളക്കമുള്ള മണ്ണായി തീരും. നല്ല വലുപ്പമുള്ള ചേന നമുക്ക് കിട്ടുന്നതാണ്. ചേന നടുമ്പോൾ നല്ല ഉറപ്പുള്ള ചാക്ക് അല്ലെങ്കിൽ ഗ്രോ ബാഗ് എടുക്കാവുന്നതാണ്. 6-7 മാസം അതിനകത്ത് വളരേണ്ടതാണ്. അത് കീറിപ്പോകാൻ സാധ്യതയൊക്കെയുണ്ട്. അതുകൊണ്ടാണ് നല്ല ഉറപ്പുള്ള ചാക്കായാലും ഗ്രോ ബാഗ് ആയാലും എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതായി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. മഴയൊക്കെ കൊണ്ട് ചാക്കായാലും ഗ്രോ ബാഗ് ആയാലും ഒക്കെ കീറിപ്പോവും. അപ്പോൾ നമ്മൾ നല്ല ചാക്ക് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ ഗ്രോ ബാഗിൻ്റെ 3/4 ഭാഗത്തോളം കരിയില നിറച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ നല്ല പോലെ താഴ്ന്നു പോവും. അപ്പം നമ്മൾ വീണ്ടും നമുക്ക് കരിയില നിറച്ച് കൊടുക്കണം. മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കരിയില ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇനി നമുക്ക് നടാൻ വേണ്ടി ഈ കരിയിലയുടെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത മണ്ണ് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണ്. ചേനയ്ക്ക് അടിവളം ആവശ്യമില്ല. അതുകൊണ്ട് മണ്ണിട്ട് കൊടുത്തിട്ട് ചേന വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വളമൊക്കെ ഇട്ട പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഓരോ ഗ്രോ ബാഗിലും കരിയിലയുടെ മുകളിലായിട്ട് ഓരോ ലെയർ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് മണ്ണ് മതി, ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ചാരം പുരട്ടി വെച്ച ചേന എടുത്ത് ഓരോ കഷ്ണം എടുത്ത് ഓരോ ഗ്രോ ബാഗിലോട്ട് ഇങ്ങനെ അതിൻ്റെ അരികെ ഒന്ന് ചെത്തിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാത്തിൻ്റെയും അരികെ ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കണം. എന്നിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ 4 പീസാക്കി വെച്ച ഈ ചേനയുടെയും വക്കുകളൊന്ന് ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ഗ്രോ ബാഗിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നനച്ചു കൊടുത്താണ് ഇത് വളർത്തുന്നത്. മഴ ഇല്ലാത്തത് കൊണ്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാ ഗ്രോ ബാഗിലും ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ പോട്ടി മിക്സ് ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാ ഗ്രോ ബാഗിലും ഇതേപോലെ ഓരോ ലെയർ വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കണം. അങ്ങനെ നനച്ചു കൊടുത്താൽ അതിനൊരു തണുപ്പൊക്കെ കിട്ടും. അടുത്ത മഴ വരുമ്പോഴത്തിന് നല്ല കരുത്തോടെ ഇത് വളർന്നു വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ എല്ലാ ഗ്രോ ബാഗും ഞാൻ വളമിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോന്നിൻ്റെ മുകളിലായിട്ട് കരിയില നിറച്ച് ഇട്ട് കൊടുക്കാം. വെയിൽ ഏൽക്കാതിരിക്കാനും ചൂട് തട്ടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കരിയില പുത ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നനവ് നിലനിർത്താനൊക്കെ ഇത് അത്യാവശ്യമാണ്. വേനൽക്കാലം ആയതുകൊണ്ട് നല്ലതുപോലെ പുതയിട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചേന നട്ടാൽ നല്ല വിളവായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കരിയില കഴിയുന്നത് നല്ല രീതിയിൽ നമ്മൾ പുതയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കരിയിലയുണ്ട്. നമ്മളിതിങ്ങനെ വാരി ശേഖരിച്ച് വെക്കാറാണ്. അപ്പോൾ ഞാൻ ഏത് കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ കരിയിലയൊക്കെ നിറച്ചതിന് ശേഷമാണ് പോട്ടി മിക്സൊക്കെ ഇട്ട് കൊടുക്കാറ്. നല്ല രീതിയിൽ തന്നെ എനിക്ക് വിളവും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലും നനച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ ചേന നട്ട് കഴിഞ്ഞു. കരിയില കൊണ്ട് പുതയിട്ടു നനച്ചു കൊടുത്തു. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് ഇങ്ങനെയും കൃഷി ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ. അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.